ഹലോ യൂട്യൂബ്. നമ്മളെടുത്ത് ഈ ഒരു സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഒത്തിരി പേരൊന്നും നമ്മുടെ നോർമൽ ബുള്ളറ്റ് എന്ന് പറയുന്നതിനേക്കാളും ഇപ്പോൾ എല്ലാവരും പറയല് എൻ്റെ അടുത്ത് ക്ലാസിക്കാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡാണ്. പക്ഷേ ഈ ഒരു സമയത്ത് എല്ലാവരും പറയല് എൻ്റെ കയ്യിൽ ബുള്ളറ്റാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു. അതാണ് ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വണ്ടിയുടെ പവർ ഫിഗേഴ്സും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളും എഞ്ചിൻ്റെ എന്താ പറയുക, ഈ ഒരു ഗാംഭീര്യവും ഒന്നും ഇപ്പോഴത്തെ ഒരു ബുള്ളറ്റിനും ഒരു റോയൽ എൻഫീൽഡിന് ഒരു വണ്ടിക്കും കിട്ടിയിട്ടില്ല. മീൻസ് ഇതെന്ന് പറയുന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1981 മാനുഫാക്ചർഡ് വണ്ടിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 81 മോഡൽ വണ്ടിയാണ്. സോ ഈ ഒരു സമയത്ത് 1980 കാലഘട്ടങ്ങളിൽ, കാരണം നമ്മുടെ ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ കമ്പനി, ബുള്ളറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഒത്തിരി വണ്ടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം അവരുടെ പവർ ഫിഗേഴ്സിനനുസരിച്ചുള്ളൊരു വണ്ടിയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് അന്ന് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത്. സോ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ഇത്. അവിടെ ഇന്ത്യൻ ആർമിയിൽ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയായിരുന്നു ഇത്. പിന്നീട് കോഴിക്കോടുള്ള ഒരാൾ ഇത് ഇങ്ങോട്ട് കേരളത്തിലോട്ടേക്ക് കൊണ്ടുവരികയും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടുത്തെ KL 11 രജിസ്റ്റർ ചെയ്തിട്ട് മാറ്റപ്പെട്ട വണ്ടിയാണത്. നിലവിൽ ഇപ്പം ഈ ഒരു വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ അത്ര പഴയ വണ്ടി ആയതിനെ കൊണ്ട് തന്നെ, കാരണം ഇതിൻ്റെ പാർട്സ് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഓവറായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ചില പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ. കാരണം ഒന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് 2 ഗിയേഴ്സ് വരുന്നുണ്ട്. ഒരു സഡൻ ഗിയറും വരുന്നുണ്ട്, ഒരു നോർമൽ ഗിയറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കിക്കർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്കില്ലേ, ഈ ഒരു ഗിയറില്ലേ, ഈ ഒരു ഗിയറിൻ്റെ ഷാഫ്റ്റുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു കിക്കറും വരുന്നത്. സോ ഈ ഒരു സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അത് എല്ലാവരും നമ്മൾ ഓപ്പണായിട്ട് പറയുന്നത് തന്നെ ഉണ്ട്. ഈ വണ്ടിയുടെ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഓപ്പണായിട്ട് പറയുന്നത് തന്നെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല, അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണ്. ഈ ഒരു രീതിയിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി വേണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകൾ മാത്രമേ ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വണ്ടിക്ക് ഇത്ര പഴയ വണ്ടിയാണെങ്കിൽ കൂടി വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ കിക്കർ, ഒറ്റ പ്രാവശ്യം കിക്കർ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. 100% ഞാൻ ഉറപ്പിടുന്നു. കാരണം ഞാൻ ഡെയിലി രാവിലെ എണീച്ച് സ്റ്റാർട്ടാക്കുന്ന ആളാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് ഞാൻ ഈ വണ്ടി ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എനിക്കൊരു 30 ആ ലെവൽ, 32 ആ ലെവൽ എനിക്കിപ്പോൾ മൈലേജ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് വണ്ടിക്ക്, അത്യാവശ്യം മോശമില്ലാത്ത സൗണ്ടാണ് വണ്ടിക്കുള്ളത്. പിന്നെ 2 ടയേഴ്സ് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ടയർ ആണെങ്കിലും അതുപോലെ തന്നെ റിയർ ടയർ ആണെങ്കിലും വലിയ മോശമൊന്നുമില്ല. ഓക്കെ, വലിയ മോശമൊന്നുമില്ല. റിയർ ടയർ ആണെങ്കിലും വലിയ മോശമൊന്നുമില്ല. പിന്നെ ബോഡി കണ്ടീഷൻ ആണെങ്കിൽ നീറ്റ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്, മാറ്റ് ബ്ലാക്ക് ആണ് വണ്ടിക്കുള്ള പെയിൻറ്റിങ്. പിന്നെ വലിയ എന്താ പറയുക, റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. 1-2 ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുപോലത്തെയൊക്കെ സാധനങ്ങൾ നമുക്ക് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അല്ലാണ്ട് വേറെ ബോഡീൻ്റെ പുറത്തേക്കായിട്ട് അങ്ങനെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നീറ്റാണ്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലൊക്കെ ഓക്കെയാണ്. കാരണം എന്താ പറയുക, ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളത് കൺഫേം ചെയ്തു. പിന്നെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. എന്താ പറയുക, ഞാൻ ഒത്തിരി ദിവസം ഈ വണ്ടി യൂസ് ചെയ്യുന്നതേ. കാരണം ഈ വണ്ടിയുടെ സൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ബുള്ളറ്റിനേക്കാളും എത്രയോ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അത്ര എന്താ പറയുക, അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ എന്താ പറയുക, ഷിക്കാറിനകത്തിലെ ലാലേട്ടനൊക്കെ എടുത്ത് വരുന്നത് ഈ ഒരു ടൈപ്പ് വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ടൈപ്പ് ബുള്ളറ്റാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ നോർമൽ നമ്മുടെ വണ്ടി യൂസ് ചെയ്യുന്ന പോലെയുള്ളൊരു വണ്ടിയല്ല ഇത്. കാരണം ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. നമുക്ക് നോർമൽ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളുടെ ബ്രേക്ക് റൈറ്റ് സൈഡിലോട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. സോ ഈ ശീലമില്ലാത്ത ആൾക്കാരെ പെട്ടെന്ന് കയറി വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ പേഴ്സണൽ അനുഭവം കൊണ്ടും എൻ്റെ കമ്പനിക്കാരൊക്കെ ഇതെടുത്ത് ചില സമയത്ത് ഫസ്റ്റ് ടൈം എടുത്ത് പെട്ടുപോയിട്ടുണ്ടായിരുന്നു 1-2 പേരൊക്കെ. പിന്നെ ഇത് ആംബിയർ ഒപ്പിച്ചടിക്കുന്ന ഒരു ബുള്ളറ്റാണ്. ആംബിയർ അടിച്ച് ഇവിടെ ആംബിയർ ഈ ഒരു സെൻട്രൽ ലൈൻ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംബിയർ ഒന്നായിട്ട് കുറഞ്ഞു പോകും. ആംബിയർ ഇങ്ങനെ മാറി മാറി കളിക്കും. ഓക്കെ, അപ്പോൾ ആംബിയർ അടിച്ച് ഒപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബൈക്ക് സ്റ്റാർട്ടാക്കാൻ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എയർ കുടുങ്ങിയിട്ട് ഈ ഒരു കിക്കർ റിട്ടേൺ വന്നിട്ട് നമ്മുടെ കാലിനടിക്കും. ഈ ഒരു കിക്കർ നമുക്ക് ഇവിടെ വളച്ച് വെക്കാനൊന്നും പറ്റത്തില്ല. സോ ഇങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് ലെഗ് ഇവിടെ വെക്കാം, നമ്മുടെ കാല് ഇവിടെ തട്ടും, ചെറിയ രീതിയിൽ നമുക്ക് ഇവിടെ തട്ടിലൊക്കെ വരും കാല്. അപ്പം ഒരു ശീലം വേണം. ഇതിപ്പോൾ നമുക്കൊരു 4th ഗിയറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സിംഗിൾ ടച്ചിൽ നമുക്ക് ഇത് ന്യൂട്രലോട്ടാക്കാനും അവിടെ ഡയറക്റ്റ് നമുക്ക് ഫസ്റ്റിലോട്ടാക്കാനും നമുക്ക് ഈ ഒരു ഗിയർ, അതാണ് ഡബിൾ ഗിയർ, സെക്കൻഡ് ഗിയർ ആയിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ചുകൂടി നല്ലൊരു ഫീച്ചർ ആണെന്ന് തോന്നുന്നു എനിക്കത്. ഇപ്പോഴത്തെ വണ്ടിക്ക് നമുക്കത് കാണാനില്ല. പക്ഷേ ഈ ഒരു വണ്ടികൾക്ക് അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്, ബുള്ളറ്റ് പോലുള്ള വണ്ടികൾക്ക് കേട്ടോ.
പിന്നെ എവിടെന്നെങ്കിലും ഓഫായി പോയി കഴിഞ്ഞാലേ പേടിക്കൊന്നും വേണ്ട, കാരണം പെട്ടെന്ന് സ്റ്റാർട്ടാവും. കാരണം ഞാൻ ഒത്തിരി സ്ഥലത്ത് നിന്ന് ഈ ഒരു വണ്ടിയും കൊണ്ട് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒറ്റ സിംഗിൾ അടിയിൽ നമുക്ക് കിക്കറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ അടിയിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും. വലിയ രീതിയിലുള്ള എന്താ പറയുക കംപ്ലൈൻറ്റ് എന്നെ ഇതുവരെ ബൈക്കിലാക്കിയിട്ടില്ല വണ്ടി. ഞാൻ ഇതുവരെ ഈ ഒരു വണ്ടി എൻ്റെ കൈ കിട്ടിയതിൻ്റെ ശേഷം ഒരു 500-600 കിലോമീറ്റർ ഞാൻ ഈ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ എനിക്ക് വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ഒന്നും നെഗറ്റീവ് കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇത് തന്നെ എനിക്ക് വണ്ടിയെ പറ്റി പറയാനുള്ളൂ, ഒരു കമൻറ്റ് തന്നെയുള്ളൂ. സോ ഈ ഒരു വണ്ടി ആരെങ്കിലും ഈ ഒരു രീതിയിലുള്ള ഇത്ര പഴയതായിട്ടുള്ളൊരു വണ്ടി, ഇത്ര പഴയതിൽ ഇത്ര നീറ്റ് ആയിട്ടുള്ളൊരു വണ്ടി, ഒരു ബുള്ളറ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. സോ ആരെങ്കിലും ഇതുപോലുള്ള വണ്ടിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യുക. ഒരു വിൻറ്റേജ് വണ്ടിയാണല്ലോ. ഇപ്പോൾ ഒത്തിരി പേര് വിൻറ്റേജിലോട്ടേക്ക് പോകുന്നൊക്കെ ഒത്തിരി പേരുണ്ട്. സോ ഇതുപോലുള്ള ബുള്ളറ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൾ ചെയ്യാം. നമുക്ക് എവിടെ നിങ്ങൾക്ക് ഷോറൂമിലാണെങ്കിൽ ഷോറൂമിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഷോപ്പിലുള്ള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. സോ ഇതാണ് നമുക്ക് ഈ ഒരു ബുള്ളറ്റിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു ബുള്ളറ്റ് എന്ന് തന്നെ പറയണം, റോയൽ എൻഫീൽഡ് അല്ല, ബുള്ളറ്റ് തന്നെ പറയണം ഈ ഒരു വണ്ടിയെ പറ്റിയിട്ട്. കാരണം ഇപ്പോൾ എല്ലാവരും ആറി എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇതായിരുന്നു ശരിക്കുള്ളൊരു ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ടൈം തന്നെയായിരുന്നു കേട്ടോ. ഇത് പെട്രോൾ വണ്ടിയാണ്. പക്ഷേ ബുള്ളറ്റ് നമുക്ക് വേറൊന്നും കൂടി ഉണ്ട്, ഒരു ഡീസൽ എഞ്ചിൻ വണ്ടിയും കൂടി ഉണ്ട് നമുക്ക് ഓൾറെഡി ബുള്ളറ്റിന്. അതിന് ഏകദേശം 90+ മൈലേജ് നമ്മൾ കമ്പനി പറയുന്നുണ്ട്, അത് ആളുകൾ കിട്ടുന്നുണ്ട്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ് തന്നെയാണ്. കാരണം ആ ഒരു വണ്ടിക്ക് അതുപോലെ തന്നെ കംപ്ലയിൻസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കംപ്ലയിൻസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആൻഡ് ഇതേ നമ്മുടെ ഈ ഒരു സെയിലിന് എത്തിയിരിക്കുന്ന ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഇതിപ്പം ആർക്കെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് കിട്ടത്തില്ല. സോ ഫിനാൻസിന് വേണ്ടി നമ്മൾ ഈ ഒരു വണ്ടിക്ക് ആരും വിളിക്കണ്ട. ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് കിട്ടത്തില്ല. കാരണം 1981 മോഡൽ വണ്ടിയാണ്, ഇതിനൊരിക്കലും ഫിനാൻസ് കിട്ടത്തില്ല. സേട്ട് ഫിനാൻസോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും, നമുക്കത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സേട്ട് ഫിനാൻസ് ആണെങ്കിലും വലിയൊരു എമൗണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് ചെറിയ എന്തെങ്കിലും എമൗണ്ടും കാര്യങ്ങളൊക്കെ സേട്ട് ഫിനാൻസ് നമുക്ക് ഇതിനെ പാസ്സാക്കി തരാൻ ചാൻസ് വളരെ കൂടുതലായിട്ടുള്ളൂ. സോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ആരെങ്കിലും നമുക്ക് ഈ ഒരു 3 വണ്ടികളല്ലേ, നമ്മൾ ഈ ഒരു മറ്റ് 2 ഡ്യൂക്കിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു 180-യുടെയും വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഒക്കെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൾ ചെയ്യാം. സോ മറന്നു പോകണ്ട, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വണ്ടിയുടെ 3 വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. ഈ ഒരു 3 വണ്ടികൾ ആരെങ്കിലുമൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു സെയിലിൻ്റെ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ ബൈ.